ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷിപിത സജീവ്. റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ഉണ്ടാക്കുന്ന ഡ്രാഗൺ ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. വീഡിയോയിലേക്ക് പോണതിന് മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. കൂടെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിലെ ഓൾ എന്നും കൂടി ക്ലിക്ക് ചെയ്തെങ്കിലുള്ളൂ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. 250 ഗ്രാം ചിക്കൻ വെച്ചാണ് ഞാനിവിടെ ഡ്രാഗൺ ചിക്കൻ ഉണ്ടാക്കുന്നത്. ഡ്രാഗൺ ചിക്കൻ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ബോൺലെസ് ചിക്കനെ നീളത്തിൽ കട്ട് ചെയ്തത് വേണം. ഇനി ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനായിട്ട് ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ആക്കി എടുക്കണം. ഇപ്പം ഞാനിവിടെ ചിക്കൻ എല്ലാം മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കണം. അതിനുശേഷം ഒരു ബൗളിലേക്ക് 2.5 ടീസ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. മൈദയുടെ കൂടെ 1 ടീസ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുക്കാം. ഇനി ഞാനൊരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് ഇതൊന്ന് മിക്സ് ആക്കി എടുക്കണം. ഈ ഒരു മിക്സ് നമുക്കിനി ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് നന്നായി മിക്സ് ആക്കി എടുക്കണം. ഇനി ഇതൊരു 15 മിനിറ്റ് നേരമെങ്കിലും മാറ്റി വെക്കണം. അതിനുശേഷം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു പാനിൽ എണ്ണ ചൂടാക്കിയെടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. എണ്ണ നല്ലപോലെ ചൂടായി വന്നാൽ നമുക്കിതിലേക്ക് ചിക്കൻ്റെ ഓരോ പീസസും ഇട്ട് കൊടുക്കാം. കുറച്ചായി വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഒരു സൈഡായി വന്നാൽ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. മൂന്ന് തവണയായിട്ടാണ് ഞാനിവിടെ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഡ്രാഗൺ ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെക്കാം. ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത എണ്ണയിൽ തന്നെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അതിനായിട്ട് നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായി വന്നാൽ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് മൂത്ത് വന്നാൽ നമുക്കിതിലേക്ക് 4 ചുവന്ന മുളക് പൊട്ടിച്ചത് ചേർത്ത് കൊടുക്കണം. ചുവന്ന മുളക് എണ്ണയിൽ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ നമുക്കിതിലേക്ക് ഒരു ചെറിയ സവാള നീളത്തിൽ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. സവാള ഇവിടെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. അതിനുശേഷം നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. സോയാ സോസിൻ്റെ കൂടെ ഒരു 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ആക്കി എടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു 10-12 അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ആക്കി എടുക്കണം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു ഗ്രീൻ ക്യാപ്സിക്കം നീളത്തിൽ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു റെഡ് ക്യാപ്സിക്കത്തിൻ്റെ പകുതിയും നീളത്തിൽ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം ഒന്ന് മിക്സ് ആക്കി എടുക്കണം. ക്യാപ്സിക്കം ഇവിടെ കൂടുതൽ കുക്കാവേണ്ട ആവശ്യമില്ല. നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയാവും. അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് നന്നായി മിക്സ് ആക്കി എടുക്കാം. ഇപ്പോൾ ഇവിടെ ഡ്രാഗൺ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലൂടെ ഇനി സ്പ്രിംഗ് ഓനിയൻ കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കണം. സ്റ്റാർട്ടറായി കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ്റെ റെസിപ്പിയാണിത്.
ഇതുപോലൊന്ന് വീട്ടിലുണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ഒപ്പം ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നവരെ ഇന്ന് വിട പറഞ്ഞു പോകുന്നത് ഷിപിത സജീവ്. താങ്ക് യു.